അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഓസ്ട്രേലിയയിൽ പ്രോപ്പർട്ടി ഇൻവെസ്റ്റ്മെൻറ്റിന് ഇറങ്ങുമ്പം എല്ലാ പ്രോപ്പർട്ടീസും ഇൻവെസ്റ്റ്മെൻറ്റിന് പറ്റിയതല്ല. അപ്പോൾ ഏതൊക്കെയാണെന്ന് നമ്മളത് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം പ്രോപ്പർട്ടീസ് വാങ്ങാനായിട്ട്. അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, അപ്പോൾ ഒരു പ്രോപ്പർട്ടി ഇപ്പോൾ ഒരു ഹോട്ട് മാർക്കറ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള എല്ലാ പ്രോപ്പർട്ടിക്കും അപ്രീസിയേഷൻ ഉണ്ടാകും. കുറച്ച് 2-3 വർഷത്തേക്ക് നല്ല അപ്രീസിയേഷൻ ഉണ്ടാകും. ബട്ട് ഈ പ്രോപ്പർട്ടി നമ്മൾ ഹോട്ട് മാർക്കറ്റ് എന്നുള്ളത് അങ്ങ് മാറി കഴിയുമ്പോഴത്തേക്ക് അവിടുന്ന് ഇൻവെസ്റ്റേഴ്സ് മൂവ് ഔട്ട് ചെയ്യും. പിന്നെ അതൊരു ബയേഴ്സ് മാർക്കറ്റാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇഷ്യൂസ് ഉള്ള പ്രോപ്പർട്ടീസ് എന്തെങ്കിലും വാങ്ങിക്കഴിഞ്ഞാൽ ആ പ്രോപ്പർട്ടീസ് ആയിരിക്കും ഫസ്റ്റ് അത് അഫക്റ്റ് ചെയ്യുക. അപ്പോൾ എങ്ങനെയുള്ള പ്രോപ്പർട്ടികളാണ് നമ്മൾ വി ഷുഡ് അവോയ്ഡ്, അല്ലെങ്കിൽ നമ്മൾ കൺസിഡർ റീതിങ്ക് ചെയ്യേണ്ട എന്നുള്ള പ്രോപ്പർട്ടീസ് ആണെന്നാണ് ഞാനിവിടെ പറയുന്നത്. അതിനകത്ത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ പവർ ലൈൻസോ ഹൈ ട്രാൻസ്മിഷൻ ലൈൻസിൻ്റെ അടുത്തുള്ള പ്രോപ്പർട്ടികൾ നമ്മൾ പർച്ചേസ് ചെയ്യാൻ പാടില്ല. ഐഡിയലി നമുക്കൊരു 100 മീറ്റേഴ്സ് എങ്കിലും ആയിരിക്കണം ഈ പവർ ലൈൻസും കാര്യങ്ങളൊക്കെ. അത് നമുക്ക് പല സ്ഥലങ്ങളിൽ നിന്ന് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്, എത്ര ഡിസ്റ്റൻസ് ഉണ്ടെന്നുള്ളത്. അത് നമ്മൾ അവോയ്ഡ് ചെയ്യുക. പിന്നെ അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ഷേപ്പ് ഓഫ് ദ ലാൻഡ് എന്ന് വെച്ചാൽ നമ്മളൊരു ട്രയാങ്കിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടി, അല്ലെങ്കിൽ ഒരു ഭയങ്കര വീഡ് ടേസ്റ്റ് ആയിട്ടുള്ള പെൻറ്റഗൺ ഷേപ്പിലൊക്കെയുള്ള പ്രോപ്പർട്ടി, അങ്ങനത്തെ അവോയ്ഡ് ചെയ്യുക. നമ്മൾ മാക്സിമം ട്രൈ ചെയ്യേണ്ടത് റെക്ടാങ്കിൾ ഷേപ്പിലുള്ള പ്രോപ്പർട്ടി കിട്ടിയാൽ ബെറ്റർ, അല്ലെങ്കിൽ ജസ്റ്റ് ആ കൺസിഡറേഷൻ നമ്മളെപ്പോഴും കൊടുക്കണം. പിന്നെ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു ടീ ജംഗ്ഷനോ റൗണ്ട് ബോട്ടോ അങ്ങനെയെങ്കിലും പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുക. അവോയ്ഡ് എന്ന് വെച്ചാൽ നമുക്ക് ഇൻ ദ സെൻസ് നമുക്ക് നല്ലൊരു പ്രൈസിൽ അത് കിട്ടിയില്ലെങ്കിൽ നമ്മൾ അവോയ്ഡ് ചെയ്യുക. ചിലപ്പോൾ നമുക്ക് നല്ലൊരു പ്രൈസിൽ അങ്ങനെ ബാക്കി എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്, അങ്ങനെയാണെങ്കിൽ നമ്മൾ അത് കൺസിഡർ ചെയ്യുന്നതിന് കുഴപ്പമില്ല. ബട്ട് അല്ലെങ്കിൽ നോർമൽ ഒരു ഇതിൻ്റെ പ്രൈസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യാതെ ഡിസ്കൗണ്ട് റേറ്റിൽ നമുക്ക് കിട്ടി കഴിഞ്ഞാൽ ഓക്കെ. ദെൻ നമ്മൾ നെക്സ്റ്റ് എന്ന് പറയുന്നത്, നമ്മുടെ പ്രോപ്പർട്ടി നമ്മൾ റെയിൽവേ ട്രാക്കിൻ്റെ അടുത്തുനിന്ന് ഇത്തിരി അവേ ആയിരിക്കണം. പിന്നെ ഫ്ലൈറ്റ് പാത്ത് നമ്മൾ ചെക്ക് ചെയ്യണം. ഫ്ലൈറ്റ് പാത്ത് ചിലപ്പോൾ നമ്മൾ ഫ്ലൈറ്റ് പാത്ത് ആണെങ്കിൽ നമുക്ക് സൗണ്ടിൻ്റെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് നമ്മൾ ചെക്ക് ചെയ്തിട്ട് വേണം പ്രോപ്പർട്ടി വാങ്ങാനായിട്ട്. അപ്പോൾ ഇതൊക്കെ പ്രോപ്പർട്ടിയുടെ പ്രൈസിനെ കാര്യമായിട്ട് ബാധിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള റോഡ് ഭയങ്കര ബിസി സ്ട്രീറ്റ് ആണ്, എപ്പോഴും ഹൺഡ്രഡ്സ് ഓഫ് വെഹിക്കിൾസ് എപ്പോഴും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഇതാണെങ്കിൽ നമ്മളത് അവോയ്ഡ് ചെയ്യുക. അതൊരു റെഡ് ഫ്ലാഗ്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യുന്നത് ഒരു ഫ്ലഡ് സോണിലാണോ, ബുഷ് ഫയറിലാണോ, അല്ലെങ്കിൽ ഹെറിറ്റേജ് സോണിലാണോ ഇരിക്കുന്ന പ്രോപ്പർട്ടി, അതൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ പ്രോപ്പർട്ടി വാങ്ങാനായിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ജസ്റ്റ് ഒരു ഗൂഗിൾ മാപ്പ് എടുത്ത് കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ പലതും തന്നെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതൊക്കെ കറക്റ്റായിട്ട് ചെക്ക് ചെയ്തിട്ട് വേണം പ്രോപ്പർട്ടി വാങ്ങാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ കൺസിഡർ ചെയ്യുന്നു വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഹാപ്പി ഇൻവെസ്റ്റിംഗ്.